ഹലോ ഗൈസ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് 12 വാട്ട് സോളാർ പാനലിൽ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സോളാർ പ്രൊജക്റ്റിനെ പറ്റിയാണ്. അതിനുവേണ്ടി ഒരു 12 വോൾട്ടിൻ്റെ ഒരു പാനൽ വേണം. ഇതൊരു പഴയ പാനലാണ്. ഇതിന് 12 വാട്ട്സ് ആണ് ഔട്ട്പുട്ട് വരുന്നത്. 16 വോൾട്ട് വരെ നമ്മുടെ സൂര്യപ്രകാശത്തിൽ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ നേരെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി പഴയതാണ്. ഇതിൽ വാട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബാക്കിൽ. ടെറസിൽ അത്യാവശ്യം ഇപ്പം വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും മഴക്കാർ അത്യാവശ്യമുണ്ട്. നല്ലൊരു മഴ സമയമാണ്. ഇത് ഈ ബ്ലൂ കളറാണ് ഇതിന്. പോളിക്രിസ്റ്റലൈൻ പാനലാണിത്. പിന്നെ ഞാൻ നേരെ ടെറസിൽ നിന്ന് നേരെ വീടിൻ്റെ അകത്തേക്കാണ് കേബിൾ വലിച്ചേക്കുന്നത്. അതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വീടിൻ്റെ ടെറസിൽ കൂടെ നേരെ ഒരു ഹോളുണ്ട്. എയർ ഹോളിനകത്തൂടെ വീടിനകത്തേക്ക് കൊടുത്തു വയ്ക്കുകയാണ്. പിന്നെ ഞാൻ ഡയറക്റ്റ് ഒരു ഔട്ട്പുട്ട് AC LED ലൈറ്റും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അത് 5 വാട്ട്സിൻ്റെ ആണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 5 വാട്ട് AC LED ലൈറ്റ്. ഇനി നമ്മൾ ഒരു സോളാർ ചാർജ് കൺട്രോളറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സോളാർ പാനലിൽ നിന്ന് വരുന്നത്. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. ഇതാണ് സോളാർ ചാർജ് കൺട്രോളർ. ഇത് PWM ചാർജ് കൺട്രോളറാണ്. ഇത് പാനലിൽ നിന്ന് വരുന്ന കേബിൾ വിത്തിൽ കൊടുക്കണം. പിന്നെ ഒരു 2 കേബിള് ബാറ്ററിയിലോട്ടാണ്. പിന്നെ ഒരു കേബിൾ 12 വോൾട്ട് DC ഔട്ട്പുട്ടാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്യുന്നത് 12 വോൾട്ട് DC ഔട്ട്പുട്ട്. ഇതിപ്പോൾ സോളാറിൽ നിന്ന് ചാർജ് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോ മാർക്കി ബ്ലിങ്ക് ചെയ്യുന്ന ചാർജ് കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. പിന്നെ സൈഡിൽ ഒരു സൂര്യൻ്റെ പടമുണ്ട്. കൂടാതെ അത് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് 12 വോൾട്ട് DC ഔട്ട്പുട്ട്. അത് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഈ സ്വിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, DC to AC ഇൻവെർട്ടർ. അതിലോട്ടാണ് ഈ 12 വോൾട്ട് DC ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫ് ഓണോ ചെയ്യാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സ്വിച്ചിൽ പ്രസ് ചെയ്ത്. ഇത് 7H 2 12 വോൾട്ട് ബാറ്ററീസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 14H കിട്ടുന്നുണ്ട്. സോളാർ ചാർജ് കൺട്രോളറിൽ നിന്ന് നേരെ ഇൻവെർട്ടറിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കും. അവിടെ നിന്നാണ് DC കറണ്ടിനെ AC കറണ്ട് ആക്കുന്നത്. അവിടെ ഞാൻ 2 5 വാട്ടിൻ്റെ LED വീട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. LED അത് വെച്ചിട്ട് അത്യാവശ്യം ഒരു 7 മണി മുതൽ 10 വരെ രണ്ടുകൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ 14H ബാറ്ററിയിൽ. ഇത് വെച്ച് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തും അല്ലാത്ത ദിവസമൊക്കെ ഒരു KCB ആശ്രയിക്കാൻ നമുക്ക് സോളാർ പാനൽ വെച്ചിട്ട് റൺ ചെയ്യിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.